ചങ്ങായിമാരെ പൂഞ്ഞാലിലെ കക്കൂസ് PC ജോർജ് ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് എല്ലാവരും കേട്ട് കാണുമല്ലോ. അതായത് പൂഞ്ഞാലിലെ തെരഞ്ഞെടുപ്പിന് കൊണ്ടുവന്ന പൈസയിലുണ്ടല്ല 4.5 കോടി രൂപയുണ്ടല്ല അവിടുത്തെ BJP നേതാക്കളുണ്ടല്ല മുക്കി നക്കി പോലും. ഇവന്മാർക്ക് ഇത്രമാത്രം മുക്കി നക്കാൻ വേണ്ടി BJP എവിടുന്നാണ് അപ്പൊ പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത്? അതിനവർക്ക് കൃത്യമായ ആൾക്കാരുണ്ടല്ലോ. നമ്മൾ അദാനി അംബാനി ഉള്ളിടത്തോളം കാലം ഉണ്ടല്ല BJPക്ക് പൈസ കണ്ടില്ല ഒരു ബുദ്ധിമുട്ടും വരൂല. ഇതിന്റെ വേറെ രസം എന്ന് വെച്ചിട്ടുണ്ടല്ല, ഈ സംഭവം വിവാദമായതോടുകൂടിയിട്ടല്ല നമ്മളെ PC ജോർജ് ഉണ്ടല്ല ഈ പറഞ്ഞ സാധനം ഉണ്ടല്ല അങ്ങ് വിഴുങ്ങി. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ വേറെ ഉദ്ദേശിച്ചതും പറ്റി ഒരു 1.5 മെഴുകല്. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? പൂഞ്ഞാറ്റിന് 4.5 കോടി രൂപ BJP നേതാക്കൾ മുക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പങ്കിട്ടില്ല ഇയാളുടെ മകനുണ്ടല്ല ഷോൺ ജോർജ്, അവനും എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇയാളെ മോൻ ഷോൺ ജോർജ് ഉണ്ടല്ല ഇയാളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിട്ടുണ്ടാവും. അപ്പ ഞാൻ പെടും, ഞാൻ പെട്ടാൽ അപ്പനും പെടും, അപ്പനും നമ്മളും രണ്ടാളും പെടുന്നു വെച്ചിട്ടുണ്ടാവും. അതാണ് നമ്മളെ PC ജോർജ് ഉണ്ടല്ല ആ പറഞ്ഞ സാധനം അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങിയത്. അല്ലെങ്കിൽ തന്നെ ഈ ചാണകസംഖ്യ ഉണ്ടല്ല പറഞ്ഞ കാര്യത്തിൽ ഒരിക്കലും ഉറച്ചു വെക്കില്ലല്ലോ. പറഞ്ഞ 1 മണിക്കൂർ കഴിയുമ്പോഴല്ല ആ പറഞ്ഞ സാധനം വിഴുങ്ങലാണല്ലോ ഈ ചാണകസംഖ്യയുടെ മെയിൻ പരിപാടി. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പൂഞ്ഞാറ് കക്കൂസ് PC ജോർജ് അല്ലേ, PC ജോർജ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ BJPയെ കുടുക്കി PC ജോർജിന്റെ വെളിപ്പെടുത്തൽ. പൂഞ്ഞാറിൽ ചിലവാക്കിയ തുകയെ സംബന്ധിച്ചാണ് ആരോപണം. 4.5 കോടി രൂപയാണ് BJP നേതൃത്വം നൽകിയത്. പണം കൈകാര്യം ചെയ്തത് BJP നേതാവ് സജിയായിരുന്നു. ചിലവാക്കിയതിന്റെ കണക്ക് ഞാൻ നോക്കിയാൽ BJP പ്രവർത്തകർക്ക് നാണക്കേടുണ്ടാകും. ബൂത്തിൽ 37,000 രൂപ വീതം നൽകണം എന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. ആ പണം എവിടെ പോയെന്നും PC ജോർജ് ചോദിച്ചു. എരുമേലിയിൽ BJP യോഗത്തിലായിരുന്നു PC ജോർജിന്റെ വെളിപ്പെടുത്തൽ. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ രാജകാര്യം പറ്റിയിട്ടുണ്ട് എനിക്കറിയില്ല, നിങ്ങൾ സ്വയം ചിന്തിച്ചു. ആ രൂപയുടെ തൊട്ടിൽ നിന്ന് മാത്രമല്ല മുഴുവൻ നമ്മുടെ സജി പുലിക്കാടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ബിനോയ് രാജൻ ചേരുന്നു. ബിനോയ്, കിട്ടിയതിന്റെയും ചെലവാക്കിയതിന്റെയും കണക്ക് PC ജോർജ് പറഞ്ഞത് പുറത്തു വന്നത് എന്തായാലും BJPയെ വെട്ടിലാക്കുമല്ലോ. BJPയുടെ ദേശീയ നേതാവ് കൂടിയാണ് PC ജോർജ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. BJPയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും മറുപടി പറയുന്നതിലെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ BJPയുടെ കാശ് വാങ്ങിച്ചുകൊണ്ട് കാറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കാർ അടിച്ചു പോകും, അത് തന്നെ പ്രാക്കാണെന്നും PC ജോർജ് പറയുന്നുണ്ട്. എന്തിനാ എന്റെ PC ജോർജ് BJP നേതാക്കന്മാർ പൈസ മുക്കിയിട്ട് കാറ് വാങ്ങിയാല് ആ കാർ ഇടിച്ച് BJP നേതാക്കന്മാർ മരിക്കും കണ്ടില്ല. കേരളത്തിലെ 90% BJP നേതാക്കന്മാരുണ്ടല്ല എല്ലാം കാർ ഇടിച്ച് മരിക്കേണ്ട സമയം കഴിഞ്ഞ്. കുറച്ച് ദിവസം തന്നെയാണ് തിരുവനന്തപുരത്തോട്ടല്ല BJPന്റെ കൊടി വാങ്ങിയില് അഴിമതി കാണിച്ചിട്ട് കോടിക്കണക്കിന് രൂപ അഴിമതി കാണിച്ചിട്ടില്ല ഒരു നേതാവ് കുടുങ്ങിയിട്ടുള്ളത്. ആ നേതാവിന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ല വേറെയും വലിയ തലമുതിർന്ന കുറെ BJP നേതാക്കന്മാരുണ്ടല്ല കുടുങ്ങേണ്ടതാണ്. പക്ഷെ BJP ഉണ്ടല്ല അത് ഉള്ളിൽ തന്നെ തൽക്കാലം നിർത്തിയിട്ടുള്ളത്. അങ്ങനെ പൈസ മുക്കിനാക്കി കാറ് വാങ്ങിയ BJP നേതാക്കന്മാരുടെ മുല്ലൂട്ടിയും പില്ലൂട്ടിയും കാറും ബസ്സും ഒക്കെ പോയിട്ടുണ്ടല്ല ഇതുവരെ ഉണ്ടല്ല അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ PC ജോർജ് വേറൊരു കാര്യമുണ്ട്, ദൈവമുണ്ടല്ല ദുഷ്ടന്മാരുണ്ടല്ല പന പോലെ വളർത്തും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ PC ജോർജ്. അതുകൊണ്ട് നിങ്ങളെ പ്രാക്കിലൊന്നുണ്ടല്ല ഒരു കാര്യമില്ല. ഇനി നമ്മളെ PC ജോർജ് ഉണ്ടല്ല നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത് എന്തിനാണ് വിഴുങ്ങിയെന്ന് പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഞാൻ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞു, സ്വാഭാവിക തോൽവി ഒരു ആഘാതമാണ്. തോറ്റു കഴിഞ്ഞ് ഞാൻ എരുമേലി ഒരു കമ്മിറ്റി ചെന്ന് 2 BJP സ്ട്രോങ് ആണ് അതർത്ഥം. അമ്മ എന്നോട് പറഞ്ഞു 4.5 കോടി 4 കോടി 45 ലക്ഷം രൂപ കിട്ടുക, ഇതെല്ലാം കൂടെ എവിടെ പോയി എന്ത് ചെയ്തു മറ്റേ ചൂടാക്കി. അപ്പൊ ഞാൻ ഇത്ര രൂപ കിട്ടും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു 4 കോടി 45 ലക്ഷം രൂപ കിട്ടിയത് ആരൊക്കെ കട്ടു എവരൊക്കെ തിന്നു അറിയേണ്ടതായിട്ടുള്ളൂ. ഞാൻ എനിക്ക് ചൂടായി. ഞാനത് മൈൻഡ് ചെയ്യാൻ പോരില്ലോ. ഇപ്പൊ തോറ്റു കഴിഞ്ഞ് വളർത്താൻ വേണ്ടി. പക്ഷെ രസം തന്നെ വെച്ചാൽ അത് കഴിഞ്ഞ പാർട്ടി നേതൃത്വം ബന്ധപ്പെട്ടു ഔദ്യോഗിക കണക്ക് പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. 100 രൂപ പുറത്തു പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. ചെലവഴിച്ച 100 രൂപയുടെ കണക്കൊന്നും ആയിരിക്കില്ല കേന്ദ്രം ഇവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഇവന്റെ മകനുണ്ടല്ല മകൻ മുഖ്യ പൈസ കോടികൾ അതിന്റെ കണക്കായിരിക്കും കേന്ദ്രം ഇവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് BJPയുടെ കേന്ദ്ര നേതൃത്വം ഉണ്ടല്ല ഇവനോട് പറഞ്ഞിട്ടുണ്ടാവും നീ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ല വിഴുങ്ങിയിട്ടില്ലെങ്കിൽ നിന്റെ മോനും കുടുങ്ങും നീയും കുടുങ്ങുന്നേ ഇവനെ ഭീഷണിപ്പെടുത്തിട്ടുണ്ടാവും. അതാണ് നമ്മളെ PC ജോർജ് ഉണ്ടല്ല ആ പറഞ്ഞ കാര്യം അപ്പൊ തന്നെ വിഴുങ്ങിയത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി ഇയാളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ല അവർക്കെതിരെ ആ BJPക്കാർക്കെതിരെ ഉണ്ടല്ല BJP നേതൃത്വം ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ആ BJPക്കാർ PC ജോർജിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ. അങ്ങനെ പറഞ്ഞ BJPക്കാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാം. അവർ വന്നിട്ടില്ല ഈ 4.5 കോടി ആരൊക്കെ മുക്കി നാക്കിയിട്ടുണ്ട് ആരൊക്കെ കട്ടെടുത്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അവരുടെ പേരുകളുണ്ടല്ല കൃത്യമായിട്ട് പറയും. അങ്ങനെ ആ BJPക്കാർ തുറന്ന് പറയുന്നുള്ള പേടി കൊണ്ടാണ് ആ BJPക്കാർക്കെതിരെ ഇതുവരെ BJP നടപടി എടുക്കാത്തത്. പിന്നെ എനിക്ക് PC ജോർജിന്റെ കാര്യത്തിൽ തോന്നി ഒരേ ഒരു പോസിറ്റീവ് കാര്യം എന്താ പറയാ, ഇയാളെ വായക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഇയാളെ വായന്നുണ്ടല്ല ചില സമയത്തുണ്ടല്ല സത്യങ്ങൾ ഇയാൾ പോലും അറിയാതെ സത്യങ്ങൾ പുറത്തു വരും. അങ്ങനെ ഇയാൾ അറിയാതെ പറഞ്ഞു പോയ സത്യമാണ് ഇയാളെ മണ്ഡലത്തിലെ BJPക്കാരുണ്ടല്ല 4.5 കോടി രൂപ മുക്കി നാക്കി എന്നുള്ള സത്യം. അതുകൊണ്ട് PC ജോർജ് ഇനിയിട്ടില്ലെങ്കിൽ ഉരുണ്ട് കളിച്ചിട്ടുണ്ടല്ല ഒരു കാര്യമില്ല. മലയാളിക്കണ്ടല്ല കേരളക്കാർക്കണ്ടല്ല എല്ലാ കാര്യവും മനസ്സിലായി. ഇനി PC ജോർജ് ഉണ്ടല്ല അടുത്തതായി പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ടല്ല ഞാൻ തന്നെയല്ല ആകെ ഞെട്ടിത്തെരിച്ചു പോയി. ഞാൻ പോലും ഞെട്ടിത്തെരിച്ചു പോയ PC ജോർജ് പറഞ്ഞ ആ കാര്യം ഉണ്ടല്ല ആ കാര്യം നമുക്കൊന്ന് കേട്ടാലോ. എനിക്ക് ഒരു തന്തേ ഉള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ് മാറുന്ന പ്രശ്നം.
എന്റെ പി സി ജോർജ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ല, ബയോളജിക്കലി സൈക്കോളജിക്കലി എന്തിനി അവീതോളജിക്കലി ഉണ്ടല്ല, എങ്ങനെ ശരിയാകും? അപ്പൊ നിങ്ങൾ ഇത്രയും കാലം അച്ഛനെന്ന് പറഞ്ഞ് നടന്ന ആളുണ്ടല്ല, അയാൾ വെറും പൊട്ടനാണെന്നാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ അമ്മയുടെ ആത്മാവിടില്ല, അവരിതെങ്ങനെ സൈക്കോ എന്റെ പി സി ജോർജ്? അത് മാത്രമല്ല, നമ്മളെ പ്രധാന ജി കിട്ടില്ല 75 വയസ്സും പി സി ജോർജ് നിങ്ങൾക്ക് കിട്ടില്ല 74 വയസ്സെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ പ്രധാന ജി ഉണ്ടല്ലോ ഒരു വയസ്സിൽ ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മാത്രമല്ലേ നിങ്ങളെപ്പോലത്തെ ഒരു മകൻ ഉണ്ടാവും എന്റെ പി സി ജോർജ്. ഒരു വയസ്സിൽ ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ നടക്കൂല. അതായത് പ്രസവിച്ച പാടുണ്ടല്ല ജി ഡിങ്കോൾഫിക്ക സുഡാലിക്ക് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങളെപ്പോലത്തെ ഒരു മകൻ ഉണ്ടാവും എന്റെ പി സി ജോർജ്. പി സി ജോർജ് ഇതൊക്കെയാണല്ലോ നമ്മളെ പ്രധാന ജി ഉണ്ടല്ലോ, പ്രധാന ജീന അപമാനിക്കുന്നതിന് തുല്യാട്ടാ. ഇനി അടുത്തത് നിങ്ങളെ മോനും വന്നിട്ട് പറയോ പി സി ജോർജ് അല്ല എന്റെ പിതാവ് ഉണ്ടല്ലോ വേറെ ആണെന്ന് നിങ്ങളെ മകനും വന്നിട്ട് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ കാര്യത്തിലുണ്ടല്ലോ, നിങ്ങളെ കുടുംബത്തിന്റെ കാര്യത്തിലുണ്ടല്ലോ ഒരു കാര്യം വിശ്വസിച്ചൂടാ. ഒരു പ്രത്യേക തരം കുടുംബം നിങ്ങളത്. എന്തായാലും ഇതിന്റെ ഇടക്കുണ്ടല്ലോ നമ്മളെ പി സി ജോർജ് മുസ്ലിങ്ങൾക്കെതിരെയല്ല സംസാരിക്കാൻ വേണ്ടിട്ട് മറന്നിട്ടില്ലാട്ടാ. പി സി ജോർജ് മുസ്ലിങ്ങളെ മറന്നിട്ട് ഒരു കാര്യം പി സി ജോർജിനില്ല. നമുക്ക് എന്തായാലും പി സി ജോർജിന് മുസ്ലിങ്ങളോടുള്ള സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം വ്യക്തമാക്കുന്ന കുറച്ച് വാക്കുകൾ കേട്ടാലോ. ഞാൻ നിങ്ങളുടെ പച്ചക്കാണ്, ഞാൻ BJP ചേർന്ന വെറുതെ ചേർന്നതല്ല, ഞാൻ പച്ചക്കാണ് പറയുക. എന്റെ ജീവൻ രക്ഷിക്കാൻ വന്ന RSS BJP പ്രവർത്തകരാണ്. എന്നെ ഇവിടെ മുസ്ലിം തീവ്രവാദികൾ, ഞാൻ മുസ്ലിം എന്ന് വാക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കണം. മുസ്ലിങ്ങളിൽ തീവ്രവാദി എല്ലാ മതത്തിലുണ്ട് തീവ്രവാദി, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിമുകളുണ്ട്. പക്ഷെ മുസ്ലിമിൽ തീവ്രവാദികൾ കൂടുതലാണ്, അതാണ് സത്യം. ആ തീവ്രവാദം എന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പം 2 പ്രാവശ്യം ഈ RSSന്റെയും BJPയുടെ പ്രവർത്തനം എന്നെ രക്ഷിച്ചത്. ഇത് ഞാൻ കൊലയിരുന്നത്. അപ്പൊ എന്നെ സംരക്ഷിച്ചു തന്നുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ BJP ചേർന്നത്. കേട്ടല്ലോ, മുസ്ലിം തീവ്രവാദികളുണ്ടല്ലോ പി സി ജോർജിന് ഒരു വട്ടമല്ലട്ടാ 2 വട്ടാണ് പി സി ജോർജിനെ വധിക്കാൻ നോക്കിയത് പോലും. ആ 2 വട്ടം പി സി ജോർജിനെ രക്ഷപ്പെടുത്തിയത് ആരാന്നറിയാം? നമ്മളെ സംഘികളുണ്ടല്ലോ, സംഘികളാണ് പോലും പി സി ജോർജിനെ രക്ഷപ്പെടുത്തിയത്. എന്റെ പി സി ജോർജ് പച്ചക്കള്ളാണെങ്കിലും ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിലുള്ള പച്ചക്കള്ളം പറയണ്ടേ എന്റെ പി സി ജോർജ്? ഇനിയിപ്പം നമുക്കുണ്ടല്ലോ തീവ്രവാദികളുടെ കാര്യം തന്നെ എടുക്കുക. തീവ്രവാദികൾ ആരെങ്കിലും ഉണ്ടല്ല, കക്കൂസ് കണ്ടിട്ട് ജയിലിൽ പോകാൻ നിൽക്കുക എന്റെ പി സി ജോർജ്. അതും പി സി ജോർജിനെ തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാന്നറിയാം? നമ്മളെ എടപ്പാൾ ഓട്ടോ ഓടിയിട്ട് ഇതുവരെ ഓട്ടം നിർത്താത്ത സംഘികളാണ് പോലും. ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിങ്ങൾ ഇല്ലാതെ പി സി ജോർജിന് എന്ത് പത്രസമ്മേളനം, പി സി ജോർജിന് എന്ത് ജീവിതം. ഇനി ഞാൻ നിങ്ങൾക്കല്ല ഇപ്പൊ ചൂടോടെ വന്ന ഒരു പുതിയൊരു കോമഡി വാർത്തയുണ്ടല്ല, ആ കോമഡി വാർത്ത കൂടി കേൾപ്പിച്ചുതരാം. ബിജെപിയിൽ നിന്ന് രാജിവെച്ച് നടൻ ദേവൻ പ്രാഥമിക അംഗത്വം ഒഴിയുന്നു എന്ന് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിൽ പ്രഖ്യാപിച്ചു. തന്റെ രാഷ്ട്രീയം ഗുരുദേവ ദർശനമാണെന്നും BJPയിൽ അത് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞാണ് പടിയിറക്കം. രാജിക്കത്ത് ഉടൻ നേതൃത്വത്തിന് കൈമാറും. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയമായ ഇവിടെ ഇരിക്കുന്ന മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. ആ ബെസ്റ്റ് ഗുരുദേവ ദർശനം നടപ്പിലാക്കാൻ പറ്റിയ പാർട്ടിയാണ് കേട്ടാ BJP. അടിപൊളി. ഗുരുദേവനെങ്ങാനും ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടല്ല, ഈ BJPക്കാരുണ്ടല്ലോ ഈ നാട്ടിൽ നിന്ന്, ഈ രാജ്യത്തുണ്ടല്ല, ഇപ്പൊ അടിച്ചു ഓടിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു പാർട്ടി പോയിട്ടാണ് നമ്മുടെ ദേവനുണ്ടല്ല ഗുരുദേവ ദർശനം ഉണ്ടല്ല നടപ്പിലാക്കാൻ നോക്കിയത്. എന്തൊക്കെയാലും ഈ ദേവനോടുണ്ടല്ല പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, എന്നാലും ആ ചാണകം കൂടുന്നുണ്ടല്ല ഒരാൾക്കെങ്കിലും ഈ ചങ്ങായിക്കട്ടല്ല ഒന്ന് മാറി വരാൻ തോന്നിയല്ലോ, അതിനെ നല്ലത്. അപ്പൊ തൽക്കാലം നിർത്തുന്നു നമ്മുടെ പൂഞ്ഞാല കക്കൂസ് പി സി ജോർജിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൽ.